വലിയ പങ്കാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളത്. ജനപ്രതിനിധികളായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും അത്തരം വാർത്തകൾ, അത്തരം അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ജനതയുടെ മനസ്സിലേക്ക് കടന്നു വന്നവരാണ് നിങ്ങളിടയിലുള്ള റിപ്പോർട്ടർമാരിൽ പലരും. എന്നാൽ അതിനനുസൃതമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ കൂട്ടായ്മകളുടെ ശ്രദ്ധേയമായ ഇടപെടലുകൊണ്ടാണ് ആ നിലയിൽ അംഗീകാരം പിടിച്ചു പറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ സംഘടനയല്ല. എല്ലാ ട്രേഡ് യൂണിയനിലും പെട്ടവർ ഉൾക്കൊള്ളുന്ന ഒരു പൊതു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ അത്തരം വിഷയങ്ങൾ സമൂഹത്തിന്റെയും അധികൃതരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്താൻ നിങ്ങൾക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഇവിടെ സംഘടിതമായിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും തൊഴിലെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത് മുദ്രാവാക്യങ്ങളായി, പ്രക്ഷോഭങ്ങളായി അത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം നടത്തുന്ന സമര പ്രസ്ഥാനങ്ങളാണ് ഈ വേദിയിലും ഇവിടെ എത്താനുമുള്ള വിവിധ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്ത് നൽകാൻ അവരുടെ ഇടപെടലുകൾ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ സമ്മേളനം സ്വാഭാവികമായും ചർച്ച ചെയ്യും. ആ ചർച്ചകൾ, ആ നിർദ്ദേശങ്ങളെല്ലാം ഒരു സംഘടനാ നിലയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിച്ചതാണ്. നിരവധി പൊതുപരിപാടികൾ ഉള്ളതുകൊണ്ട് സമ്മേളനത്തിന്റെ ചർച്ചകൾ, സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നാൽ കഴിയുന്ന തരത്തിലുള്ള പിന്തുണ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകുന്ന കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതൊരു പരിപാടി നടന്നാലും ഒരവസരം എനിക്കും നൽകുന്നതിനെ ഇതിന്റെ ഭാരവാഹികൾ സൗമനസ്യം കാണിക്കാറുണ്ട് എന്നുള്ളതിനും ഞാൻ ഈ അവസരത്തിൽ ഓരോരുത്തരും പ്രത്യേകമായ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങളായി തന്നെ അവശേഷിക്കും. പ്രാദേശികമായ മാധ്യമ പ്രവർത്തകരുടെ അരക്ഷിതമായ ജീവിതാവസ്ഥ നിങ്ങളോട് പ്രത്യേകമായി വിവരിക്കേണ്ടതില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രാദേശിക വാർത്തകളാണ് പൊതുജനങ്ങൾക്ക് ഇന്ന് പത്രങ്ങളെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് നടത്തുന്നത്, പത്രങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് നടത്തുന്നത്